ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ദക്ഷിണ സുഡാനിൽ വിമാനം തകർന്ന് ഇന്ത്യക്കാരനടക്കം 20 പേർ മരിച്ചു. ചൈനീസ് ഓയിൽ കമ്പനിയുടെ ചെറുചാർട്ടേഡ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെയായിരുന്നു അപകടം. റിയാദിൽ അന്താരാഷ്ട്ര തൊഴിൽ വിപണന അക്കാദമി ആരംഭിക്കും. റിയാദിൽ നടക്കുന്ന 2ാമത് അന്താരാഷ്ട്ര തൊഴിൽ വിപണി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ സൗദി തൊഴിൽ മാനവ വിഭവശേഷി വികസന മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ രാജ്കിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ആഗോള തൊഴിൽ വിപണി നയങ്ങൾ രൂപീകരിക്കുന്നതിന് അനുയോജ്യരായ വിദഗ്ധരെ സജ്ജമാക്കുക, വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാന കൈമാറ്റം ഉറപ്പാക്കുന്നതിന് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം രൂപീകരിക്കുക, അതാത് രാജ്യങ്ങളുടെ തൊഴിൽ നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പരിശീലനം നൽകുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അക്കാദമി രൂപീകരിക്കുന്നത്. ലോകബാങ്കിൻ്റെയും തക്കമ്മുൽ ഹോൾഡിംഗ് കമ്പനിയുടെയും സഹകരണത്തോടെയാണ് ഇത് സ്ഥാപിക്കുന്നത്. ആദ്യ ബാച്ചിൽ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 37 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുക. ഇതിൽ 25 മന്ത്രാലയങ്ങളും അവയുടെ പ്രതിനിധികളും ഉൾപ്പെടും. 3 വർഷത്തിനുള്ളിൽ 600-ലധികം പേരെ പരിശീലിപ്പിക്കാനാണ് അക്കാദമി ലക്ഷ്യമിടുന്നത്. ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന രാജ്യങ്ങൾക്ക് പരിശീലനത്തിന് പ്രത്യേക പരിഗണന നൽകും. തൊഴിൽ വിപണി നയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവ വിജയകരമായി പ്രായോഗികവൽക്കരിക്കുവാനും പ്രായോഗിക പഠനങ്ങൾ, ഫീൽഡ് ട്രെയിനിങ് എന്നിവ വഴി പരിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ആഗോള തൊഴിൽ വിപണിയുടെ ഭാവിയെ ശാസ്ത്രീയമായി രൂപപ്പെടുത്തുവാനും സൗദിയുടെ ഈ നൂതന പദ്ധതി ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് സമ്മേളനത്തിൽ സംസാരിക്കവേ സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന ഉപമന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസിർ അൽ ബുത്തൈൻ അഭിപ്രായപ്പെട്ടു. തൊഴിൽ വിപണിയിൽ നൂതനവും സുസ്ഥിരവുമായ നയരൂപീകരണത്തിനും പുതുതലമുറയിലെ വിദഗ്ധ തൊഴിലാളികളെ തയ്യാറാക്കുന്നതിനുമുള്ള തന്ത്രപരമായ മുന്നേറ്റമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. സൗദിയിലെ അൽകോബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി കൂട്ടായ്മയായ കോബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സന്ദർശന വിസയിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുൾപ്പെടെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാം. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അൽകോബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളി കൂട്ടായ്മയായ കോബാർ സൗഹൃദ വേദിയാണ് ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അൽകോബാറിലെ റഫ മെഡിക്കൽ സെന്ററുമായി കൈകോർത്താണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 31 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ റഫ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ രക്തപരിശോധന, കരൾ, കിഡ്നി രോഗനിർണയ പരിശോധന, കുട്ടികൾക്കുള്ള ദന്തൽ പരിശോധന, ജനറൽ മെഡിസിൻ തുടങ്ങിയവ സൗജന്യമായി നൽകുന്നതോടൊപ്പം തന്നെ തുടർ ചികിത്സയ്ക്കുള്ള അവസരം ഒരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 057-132-6429 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 150ഓളം പേർക്കായിരിക്കും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാവുക. വിസിറ്റിംഗ് വിസയിൽ കഴിയുന്നവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് സൗഹൃദവേദി വൈസ് പ്രസിഡന്റ് മുസ്തഫ നണിയൂർ നമ്പ്രം, നസീറ അഷ്റഫ്, ജനറൽ സെക്രട്ടറി അഷ്റഫ് പെരിങ്ങോം, റഫ ജനറൽ മാനേജർ അബ്ദുൽ അസീസ് ഖത്തർമേൽ, ഓപ്പറേഷൻ മാനേജർ രഞ്ജിത്ത് ബാബുരാജൻ, മാർക്കറ്റിംഗ് ഹെഡ് നിതീഷ് ഭദ്രൻ, സൗഹൃദവേദി രക്ഷാധികാരി മണിക്കുട്ടൻ, ട്രഷറർ ഷബീർ എന്നിവർ അറിയിച്ചു. സുബൈറുദ്ദീനൂർ, 24, ദമ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ KEF ദമാം വിന്റർ ഫെസ്റ്റും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പരസ്പര സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കലും സാങ്കേതിക അറിവുകളുടെ കൈമാറ്റവും കൂടിയായി മാറി ഈ വിന്റർ ഫെസ്റ്റ്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ KEF ദമാമാണ് വിന്റർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. തിരക്കിട്ട ജീവിതശൈലിയിൽ നിന്നും അല്പമൊന്ന് മാറി നല്ല തണുത്ത രാവിൽ കുടുംബസഹിതം കൂടപ്പിടിച്ച കൂട്ടുകാർക്കൊപ്പം ചെലവഴിക്കാനും ആസ്വദിക്കാനും ഒപ്പം ഏറെ നല്ല പ്രതീക്ഷകളുമായി വന്നെത്തിയ പുതുവർഷത്തെ കൂടി വരവേൽക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ദമാമിലെ ഈ എഞ്ചിനീയർമാരെല്ലാം. KEF വൈസ് പ്രസിഡന്റ് ഖദീജ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പരസ്പരം സൗഹൃദ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സാങ്കേതിക അറിവുകൾ കൈമാറാനും ഇത്തരം സംഗമങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരിലേറെ സന്തോഷം പകരുന്നത്. സൗഹൃദം നിറഞ്ഞ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും KEF ദമാം മെമ്പർമാർ തന്നെ ഒരുക്കിയ മ്യൂസിക്കൽ ഫ്യൂഷനും രാത്രിയിലെ തട്ടുകടയുമെല്ലാം വിന്റർ ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി. സെക്രട്ടറി അഫ്താബ് റഹ്മാൻ സ്വാഗതവും മീഡിയ കൺവീനർ കാമിൽ ഹാരിസും നന്ദിയും പറഞ്ഞു. എന്തായാലും മുഹബത്തിൽ ചാലിച്ച നല്ല മലബാർ ബിരിയാണിയും
സൊറപ്പറച്ചലിനിടയിൽ നല്ല സമാവർ ചായയും കഴിച്ച് സന്തോഷത്താൽ കണ്ണും മനസ്സും നിറഞ്ഞാണ് കേരള എഞ്ചിനീയേഴ്സ് ഫോറം ദമാം ഘടകം പ്രവർത്തകർ മടങ്ങിയത്. വീണ്ടും കണ്ടുമുട്ടാം, സംഗമിക്കാം എന്ന ശുഭപ്രതീക്ഷയോടെ. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദിയിലെ അൽബഹ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ മക്ബ ഏരിയ കമ്മിറ്റി KMCC ഓഫീസ് ഉദ്ഘാടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലി മുഖ്യാതിഥിയായി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട മനസ്സിലാക്കണമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ഷാഫി ചാലിയും പ്രവർത്തകരോട് പറഞ്ഞു. ചടങ്ങിൽ അൽബഹ സെൻട്രൽ കമ്മിറ്റി നേതാക്കളും ഏരിയ കമ്മിറ്റി നേതാക്കളും സംബന്ധിച്ചു. അരൂരിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനും കവിയുമായ കുഞ്ഞുമോൻ അരൂരിന്റെ പോത്ത് എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ മുൻ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ MV ബെന്നി സാംസ്കാരിക പ്രവർത്തകനായ KS പ്രദീപിന് കവിതാ സമാഹാരത്തിന്റെ ആദ്യ പ്രതി കൈമാറി. യുവകവി അക്ബർ പുസ്തകം പരിചയപ്പെടുത്തി. അരൂർ തൈക്കാളമുറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. പോത്തിന്റെ സംഗീതാവിഷ്കാരം അരങ്ങിലെത്തിച്ച് അരൂരിലെ നാട്ടുഗായക സംഘം കവിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു വൈറൽ വീഡിയോയുടെ കാഴ്ചയിലേക്കാണിനി. സിനിമാ താരം അജിത്തും അദ്ദേഹത്തിന്റെ ആരാധകനായ മലപ്പുറം സ്വദേശി അജിത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ദുബായിലെ ഒരു നക്ഷത്ര ഹോട്ടലിലെ ജീവനക്കാരനായ അജിത്ത് ജോലിക്കിടെ അപ്രതീക്ഷിതമായാണ് സിനിമാ നടൻ അജിത്തിനെ കണ്ടതും പാട്ടുപാടിയതും. ഈ മലപ്പുറംകാരൻ അജിത്തിന് സിനിമാ താരം അജിത്ത് കഴിഞ്ഞേ എന്തുമുള്ളൂ. ഒരേ പേരാണ് എന്നത് മാത്രമല്ല, ചെറുപ്പം മുതൽ അജിത്ത് അഭിനയിച്ച എല്ലാ സിനിമകളും മുടങ്ങാതെ കാണുന്ന, എന്തിന് അതിലെ ഡയലോഗുകൾ വരെ മനഃപാഠമാക്കുകയും ചെയ്തിട്ടുള്ള ആളാണിത്. എന്നെങ്കിലും തന്റെ പ്രിയതാരത്തെ ഒരു നോക്ക് നേരിട്ട് കാണണമെന്നായിരുന്നു അജിത്തിന്റെ ഈ കടുത്ത ആരാധകന്റെ ഏക ആഗ്രഹം. ഇങ്ങനെ ആഗ്രഹിച്ചു നടന്ന അജിത്തിന് ദുബായിൽ തന്റെ ജോലിക്കിടെ ലഭിച്ചത് ഇരട്ടി മധുരം. ഇഷ്ടതാരത്തെ കാണുക മാത്രമല്ല, പ്രിയ താരത്തിന് മുന്നിൽ പാട്ടുപാടാനും അജിത്തിന് അവസരം ലഭിച്ചു. என் கை சேருமோ கை சேராமலே கண்ணீர் சேருமோ. That was wonderful. ഈ വീഡിയോയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ താരം. വീഡിയോ കണ്ട് പാടിയതാരാണ് എന്നതടക്കമുള്ള കമന്റുകളാണ് ഏറെയുമെന്നും അതെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്നും അജിത്ത് പറയുന്നു. കുറെ ആളുകൾ കണ്ടു. നമ്മൾ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ കുറെ ആളുകൾ നമുക്ക് നല്ല റെസ്പോൺസ് ഒക്കെ തന്നു. ഇവിടെയാണ് ഈ ഒരു സർക്കിളിലാണ് നമ്മുടെ ഈ ദുബായിലുള്ള നമ്മുടെ വർക്ക് ചെയ്യുന്ന പരിചയമുള്ള ആ സർക്കിളിലാണ് അത് ആദ്യം എത്തിയത്. അതിനുശേഷമാണ് പിന്നെ കുറേ ആളുകൾ നാട്ടിൽ നിന്നൊക്കെ കുറേ നല്ല നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വന്നു. പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തമിഴ് ഫിലിംസിനോടും തമിഴ് പാട്ടുകളോടൊക്കെ ഭയങ്കര ഒരു ആരാധനയുണ്ട്. പുള്ളിയുടെ ആ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ നമ്മൾ പണ്ട് അഡ്മയർ ചെയ്യുന്നതാണ്. പുള്ളിയെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ് വീഡിയോ എടുത്തതും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതും. ഇതിൻ്റെ എല്ലാം പിന്നിൽ വർക്ക് ചെയ്ത ഒരു ഞങ്ങൾ JP എന്ന് വിളിക്കുന്ന ജിതേന്ദ്ര എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ നമ്മളെപ്പോലെ തന്നെ അജിത്തിൻ്റെ വളരെ വലിയൊരു ഡൈഹാർഡ് ഫാനാണ്. ജീവിതത്തിൽ എന്നും സൂക്ഷിക്കും ഈ നിധിയെന്ന് അജിത്ത് പറയുമ്പോൾ കണ്ണുകളിൽ മനസ്സു നിറഞ്ഞ സന്തോഷം തിളങ്ങി നിന്നിരുന്നു. ദുബായിൽ നിന്നും ശരച്ചിറകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ന്മാറയിലെ ഇരട്ടക്കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതി ചെന്താമരയ്ക്ക് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തോടുള്ള പൂർവ്വ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. കൊലപാതകം കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതി തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് പിന്നീട് അപേക്ഷ നൽകും. 1.5 ദിവസത്തോളം പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് അരക്കമലയിൽ കഴിഞ്ഞ പ്രതി തന്ത്രശാലി തന്നെയെന്ന് പോലീസും സമ്മതിക്കുന്നു. പോലീസ് തിരയുമ്പോൾ വനപ്രദേശം നന്നായി അറിയുന്ന ചെന്താമര പതിയിരുന്ന് ഇതെല്ലാം കണ്ടു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരുടെ മന്ത്രവാദമെന്ന് ചെന്താമര കരുതി. പിന്നെ എല്ലാവരോടും വൈരാഗ്യം. ഇരട്ട കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങൾ ഒരുക്കി. ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഹി ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. ചെന്താമര പറഞ്ഞതൊന്നും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല.
പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ പ്രതി ഭീഷണിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു. ചെന്താമരയെ 14 ദിവസത്തേക്ക് ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കുടുംബത്തിന് മുന്നിൽ മുഖം കാണിക്കാനാകില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലെത്തിച്ചു. കോടതിക്കുള്ളിലും പുറത്തും ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷിനും സൂരജ് സജിക്കുമൊപ്പം വിപിൻ സി വിജയൻ, 24. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് എക്സൈസ് മന്ത്രി എം. രാജേഷ്. 13 ദിവസം മുമ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങളാണ് രഹസ്യരേഖ എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്നും എം. രാജേഷ് പരിഹസിച്ചു. കാതലായ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞില്ല എന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ പ്രതികരിച്ചു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. തെളിവായി മന്ത്രിസഭാ യോഗത്തിലെ കുറിപ്പും പുറത്തുവിട്ടിരുന്നു. മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മന്ത്രിസഭാ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാധ്യമങ്ങളെ കണ്ട എം. രാജേഷ് ആരോപണങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി പറഞ്ഞു. അനുമതിയുടെ നാൾ വഴി വിശദീകരിച്ച് തിടുക്കത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് വിശദീകരിച്ച മന്ത്രി ഭൂഗർഭ ജലചൂഷണമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പു നൽകുകയും ചെയ്തു. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ. ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും വിഷയം LDFൽ ചർച്ച ചെയ്യുമെന്നും അറിയിച്ച എം. രാജേഷ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ ഭയന്നും നാടിൻ്റെ താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വ്യവസായം തുടങ്ങാൻ മന്ത്രി പോലും അറിയേണ്ടതില്ല. പ്രതിപക്ഷം ഭാവനയിൽ നിന്ന് മാറി വസ്തുതകളിലേക്ക് വരണമെന്ന് മന്ത്രി പി. രാജീവും പ്രതികരിച്ചു. അപ്പോൾ വകുപ്പ് അറിഞ്ഞില്ല എന്നല്ല, എല്ലാ വകുപ്പും മന്ത്രിമാർ ചേർന്നിരിക്കുന്ന തീരുമാനമാണ് മന്ത്രിസഭാ തീരുമാനം. ഭാവനയിൽ നിന്ന് കുതറി മാറി വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കുറെ കൂടി വരണം. പ്രതിപക്ഷാരോപണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾ സർക്കാർ വിശദീകരണത്തിന് അത്ര കണ്ട് പ്രാധാന്യം നൽകുന്നില്ലെന്ന് മന്ത്രി എം. രാജേഷ് വിമർശിച്ചു. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണം 30ആയി. 60 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ത്രിവേണി സംഗമത്തിൽ അമൃത് സ്നാനം പുനരാരംഭിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് UP സർക്കാർ 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മൗനി അമാവാസി ദിനത്തിൽ മഹാകുംഭമേളയിലെ അമൃതസ്നാനത്തിനായി എത്തിയ വിശ്വാസികളുടെ തിക്കിലും തിരക്കിലുമാണ് അപകടമുണ്ടായത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് അഖാഡ മാർഗിലെ ബാരിക്കേഡുകൾ തകർന്നുണ്ടായ അപകടത്തിൽ 90 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 30 പേർ മരിച്ചതായി മഹാകുംഭ് DIG വൈഭവ് കൃഷ്ണ. മരിച്ചവരിൽ 25 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 4 കർണാടക സ്വദേശികളും ഗുജറാത്തിൽ നിന്നും അസമിൽ നിന്നും ഓരോരുത്തരും ഉൾപ്പെടുന്നു. 36 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അപകടം ഹൃദയഭേദകമെന്നും സാധ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. परिणाम इसी का है कि हादसे के कुछ ही देर के बाद राहत कार्य को ग्रीन कॉरिडोर बना करके प्रशासन ने, पुलिस ने, NDRF और SDRF के स्वयंसेवकों ने सभी लोगों को हॉस्पिटल तक पहुंचाने का काम किया है. लेकिन दुर्भाग्य से इस दौरान ये मौतें हुई हैं. അപകടത്തെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ 3-അംഗ സമിതി അന്വേഷിക്കും. സഹായത്തിനായി 1920 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. ഘാട്ടുകളിൽ കൂടുതൽ പോലീസിനെയും അർദ്ധസൈനികരെയും വിന്യസിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കുംഭമേളയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടത്തിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. VIP സന്ദർശനമാണ് അപകടത്തിനിടയാക്കിയതെന്ന ആരോപണം പോലീസ് തള്ളി. 24 ഡൽഹി. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ച് 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായി ഫയൽ നീങ്ങിയത്. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. നടപടികൾ സുതാര്യമെന്നും ബാഹ്യസമ്മർദ്ദം ഇല്ല എന്നുമാണ് ജയിൽ ഉപദേശക സമിതിയുടെ വിശദീകരണം. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽമോചനത്തിനുള്ള മന്ത്രിസഭാ ശുപാർശയ്ക്ക് അസാധാരണ വേഗം. 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചവരെയും പിന്തള്ളിയാണ് തീരുമാനം.
3 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷിറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. ജയിലുകളിൽ ഷിറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷിറിൻ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷിറിന് അനുകൂലമായിരുന്നു. നടപടികൾ സുതാര്യമെന്നും ബാഹ്യസമ്മർദ്ദങ്ങളില്ലെന്നും കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള. 18 വർഷം 5 മാസം 24 ദിവസം ശിക്ഷ ഷിറിൻ അനുഭവിച്ചിട്ടുണ്ട്. ഉപദേശക സമിതി നല്ല നിലയിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ പരോളിൽ പോവുകയും പറഞ്ഞതിനനുസരിച്ച് തന്നെ കൃത്യമായി മടങ്ങിയെത്തുന്ന സമീപനം ഷിറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റ് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ ഷിറിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ല. ഷിറിനായി ഒരു മന്ത്രി ഇടപെട്ടെന്ന ആരോപണവും ജയിൽ ഉപദേശക സമിതി അംഗം MV സരള നിരാകരിച്ചു. ഷിറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷിറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷിറിന് നൽകിയിട്ടുള്ളൂ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം, കണ്ണൂർ. വഖഫ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതി നാളെ സ്പീക്കർക്ക് സമർപ്പിക്കും. നിയമ ഭേദഗതി ബില്ലിലെ കരട് റിപ്പോർട്ടിന് സമിതി ഇന്ന് അംഗീകാരം നൽകി. തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ തഴഞ്ഞതായി പ്രതിപക്ഷം ആരോപിച്ചു. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അവസാന യോഗത്തിലാണ് കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ടിന് അംഗീകാരം. കഴിഞ്ഞ ദിവസം ചേർന്ന വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി ബില്ലിനും അംഗീകാരം നൽകിയിരുന്നു. ഭരണപക്ഷത്തെ 16 അംഗങ്ങളുടെ പിന്തുണയോടെയായിരുന്നു അംഗീകാരം. 44 വ്യവസ്ഥകളിൽ ഭേദഗതികൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. റിപ്പോർട്ട് നാളെ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിക്കും. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും നിലനിർത്തിയതായാണ് വിവരം. ബോർഡിൽ 2 മുസ്ലിം ഇതര വിഭാഗക്കാർ വേണമെന്ന വ്യവസ്ഥ നിലനിർത്തും. വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണ്ണയിക്കാനുള്ള അവകാശം വഖഫ് കമ്മീഷണർമാരിൽ നിന്ന് ജില്ലാ കളക്ടർമാർക്ക് നൽകാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ സ്വത്തും വഖഫ് സ്വത്തായി പരിഗണിക്കില്ലെന്ന വ്യവസ്ഥയും കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ഡൽഹി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് വസ്തുതാന്വേഷണം മാത്രമാണ്. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ശ്രമമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുനമ്പം വിഷയത്തിൽ തെളിവെടുപ്പ് തുടരവെയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടന്നത് വസ്തുതാ അന്വേഷണം മാത്രമാണ്. ശുപാർശകൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല. വസ്തുത സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നും സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. മുനമ്പത്ത് ഭൂമി കൈവശം വെച്ചവരുടെ താൽപര്യ സംരക്ഷണമാണ് കമ്മീഷൻ പരിശോധനാ വിഷയമെന്നും കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കുമ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്യാൻ അവകാശമെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. ഹർജി പരിഗണിക്കുന്നത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. 24 കൊച്ചി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനിടെ മാള ഹോളി ഗ്രേസ് കോളേജിൽ SFI നേതാവ് ആശിഷിനെ മർദ്ദിച്ച സംഭവത്തിൽ KSU പ്രവർത്തകർ അറസ്റ്റിൽ. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരാണ് പിടിയിലായത്. ആശിഷിനെ മർദ്ദിച്ച KSU നേതാവ് ആരോണിനെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. ഇന്നലെ രാത്രി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വെച്ചാണ് SFI പ്രവർത്തകർ സംഘം ചേർന്ന് ആരോണിനെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആരോണിനെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന ട്രഷറർ സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എന്നിവർ മാള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംസ്ഥാന നേതാവിന്റെ ആഹ്വാനപ്രകാരമാണ് SFI പ്രവർത്തകർ കലോത്സവം അലങ്കോലപ്പെടുത്തിയെന്ന് MSF ആരോപിച്ചു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെയോ KSUവിനെയോ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറയാനാണ് MSF ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒറ്റതിരിഞ്ഞ് KSUവിനെ ആക്രമിച്ച് ഏതെങ്കിലും ചില ദൃശ്യങ്ങളിലെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ആക്രമിച്ച് കളയാൻ വേണ്ടി കഴിയില്ല. സോണൽ കലോത്സവങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ കലകളെ രക്തക്കറകളുള്ള ഇടങ്ങളാക്കി മാറ്റാൻ SFI നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശൂർ കലോത്സവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്ന വാദം തള്ളുന്ന ചിത്രങ്ങൾ SFI പുറത്തുവിട്ടു. ആംബുലൻസിനുള്ളിൽ വെച്ച് KSU നേതാക്കളെടുത്ത സെൽഫിയാണ്
SFI പുറത്തുവിട്ടത്. ആംബുലൻസിനുള്ളിൽ പരിക്കേറ്റവരല്ല ഉണ്ടായിരുന്നതെന്ന് SFI പറയുന്നു. 24 തൃശൂർ. വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോട്ടയം കുറുവിലങ്ങാട് ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് പ്രതിശ്രുത വരൻ മരിച്ചു. കടപ്ലാമറ്റം സ്വദേശി കൊച്ചുപാറയിൽ ജിൻസിന്റെ മകൻ ജിജോ ജിൻസനാണ് മരിച്ചത്. നാളെയായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഒപ്പമുണ്ടായിരുന്നയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ എന്താണ് ടോബി? ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. MC റോഡിൽ കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. സ്ഥിരമായി വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകാറുള്ള സ്ഥലമാണ്. ഇവിടെ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഒരു ട്രാവലർ ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ ഇവർ രണ്ടുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജിജോയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രണ്ടുപേരെയും പ്രവേശിപ്പിച്ചത്. ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെയും ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും ചികിത്സയിലാണ്. നാളെ ഈ യുവാവിന്റെ വിവാഹം നടക്കാനിരിക്കേണ്ടതായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നത്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. ബസ്സിലുണ്ടായ തർക്കത്തിനിടെ +1 വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയത്. കുത്തിയ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. നെട്ടയത്തുള്ള സ്വകാര്യ സ്കൂളിലെ 7ാം നമ്പർ ബസ്സിലായിരുന്നു ഇരുവരും വീട്ടിലേക്ക് പോയിരുന്നത്. ബസ്സിനുള്ളിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തി. തലയ്ക്കും മുഖത്തിനും പരിക്കേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ബയോളജി ലാബിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. +1 വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് പിടികൂടി. 24 തിരുവനന്തപുരം. ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് അറസ്റ്റിൽ. സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. മർദ്ദനമേറ്റ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശനിയാഴ്ച രാത്രി 10:15 അനു പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. പെൺകുട്ടിയുമായി തർക്കിച്ചതിന് പിന്നാലെ പ്രതി അതിരൂക്ഷമായി മർദ്ദിച്ചു. ഇതിൽ മനം നൊന്ത് പെൺകുട്ടി ഷാൾ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് അനൂപിന്റെ മൊഴി. ഷാൾ മുറിച്ചിട്ട ശേഷം താൻ രക്ഷപ്പെട്ടെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതി ചേർത്തിട്ടില്ലല്ലോ. ഞങ്ങൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ബലാത്സംഗവും 64 BNSന്റെ 64ഉം 109. അനൂപ് ലഹരി കേസിലടക്കം പ്രതിയാണ്. ഇയാൾ വീട്ടിൽ വരുന്നതിൽ പെൺകുട്ടിയുടെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബ്രെയിൻ മുഴുവൻ ഡാമേജായി. ഇനി ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഫംഗ്ഷനും ഉള്ളൂ. അതും പയ്യെ ഇതാവും. ഇവ മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യുവാന്ന്. കാരണം നീ അവൻ്റെ കൂടെയല്ലേ, നീ ഇവൻ്റെ കൂടെയല്ലേ എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. തലച്ചോറിന് പരിക്കേറ്റ അതിജീവിത വെന്റിലേറ്ററിലാണ്. പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന യുവാക്കൾ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസിൽ പരാതിയുണ്ട്. നാളെ തെളിവെടുപ്പ് നടത്തും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.